പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻ്റ് ആണ്. അതിൽ ഒന്നാമത്തേത്, ഈ ഞായറാഴ്ച ഡിസംബർ 14 നടക്കാൻ പോകുന്ന ജോൺ സിനയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടക്കുന്ന സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ റോ ബ്രാൻഡിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ AJ സ്റ്റൈൽസ്, ഡ്രാഗൻ ലീ തുടങ്ങിയവരുടെ ടീം NXT റെസ്ലറായ ജിവോൺ എവൻസ്, TNA റെസ്ലിംഗിൻ്റെ എക്സ് ഡിവിഷൻ ചാമ്പ്യനായ യുവ താരമായ ലിയോൺ സ്ലൈഡർ തുടങ്ങിയവർക്കെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിക്കുന്നതായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ്, നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ വുമൻസ് ഡിവിഷനിൽ നിന്ന് 2 മത്സരങ്ങൾ കാണാൻ സാധിച്ചു. അതിൽ ആദ്യത്തേതിൽ നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ കബൂക്കി വാരിയേഴ്സ് ടീം അംഗമായ ഖൈറി സൈനെ പിൻഫോളിലൂടെ ഇയോ സ്കൈ പരാജയപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ഇയോ സ്കൈയുടെ ഈ ഒരു വിജയത്തോടു കൂടി ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും: റിയ റിപ്ലിയും ഇയോ സ്കൈയും ഇപ്പോൾ കബൂക്കി വാരിയേഴ്സിൻ്റെ കൈവശമുള്ള വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് ഒരു നോർമൽ ടാഗ് ടീം ആയിട്ടുള്ള ഒരു മത്സരം അവർ കളിക്കുമെന്നുള്ളത്, അതിലേക്കാണ് നിലവിൽ സ്റ്റോറി പോകുന്നത്. അപ്പോൾ ഇയോ സ്കൈയുടെ ഈ ഒരു വിജയം ആ ചാമ്പ്യൻഷിപ്പിനുള്ള കണ്ടൻറ്റേഴ്സായിട്ട് ഈ റിയ റിപ്ലി, ഇയോ സ്കൈ തുടങ്ങിയവരുടെ ടീമിനെ മാറ്റുമെന്നുള്ള രീതിയിലേക്ക് സ്റ്റോറി ഇനിയുള്ള ആഴ്ചകളിൽ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നടന്ന മറ്റൊരു സിംഗിൾസ് മത്സരത്തിൽ ലൈറ വാൽക്കിരിയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി റോക്സിനി പെരസ് വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ലിവ് മോർഗൻ്റെ സഹായം തന്നെയാണ് റോക്സിനി പെരസിൻ്റെ വിജയത്തിന് കാരണമായത്. ലിവ് മോർഗൻ്റെ നിലവിലെ ഇന്നത്തെ റോ എപ്പിസോഡിലെ കുറച്ച് സെഗ്മെൻറ്റുകളും ഈ മത്സരത്തിൽ ഇടപെട്ട ഭാഗങ്ങളും ഒക്കെ കണ്ടപ്പോൾ ജഡ്ജ്മെൻറ്റ് ടീമിൽ തന്നെ അവർ പുതിയൊരു സ്റ്റോറി ലൈന് തുടക്കം കുറിക്കുന്നതായി കാണാൻ സാധിച്ചു. ഒന്നെങ്കിൽ ലിവ് മോർഗൻ ഈ ഗ്രൂപ്പിൻ്റെ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ഈ ഗ്രൂപ്പിൽ നിന്ന് ലിവ് മോർഗനെ അടിച്ചിറക്കും. അതായത് ലിവ് മോർഗനെയും ഡൊമിനിക്കിനെയും ഈ ഗ്രൂപ്പിൽ നിന്ന് ഇവരൊക്കെ ചേർന്ന് അടിച്ചിറക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് അവർ ഇന്നത്തെ റോ എപ്പിസോഡിൽ നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫനി വെക്കേറിൻ്റെ അടുത്ത ചലഞ്ചറാക്കിയിട്ട് റഗൽ റോഡ്രിഗസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റഗൽ റോഡ്രിഗസ് ജഡ്ജ്മെൻറ്റ് ടീം അംഗങ്ങളോട് പറയാതെ, പ്രത്യേകിച്ച് ലിവ് മോർഗനോടൊന്നും പറയാതെയാണ് ആ ഒരു നമ്പർ 1 കണ്ടൻഡർ എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് നടത്തിയത് എന്നുള്ളത് ലിവ് മോർഗൻ പറയുന്നുണ്ട്. റഗൽ റോഡ്രിഗസിനോട് അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിന്നിലൂടെ നടക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല എന്നുള്ളത് ലിവ് മോർഗനോട് റഗൽ റോഡ്രിഗസും തിരികെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിലും ലിവ് മോർഗൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, സ്റ്റോറി ലിവ് മോർഗൻ ഈ ഗ്രൂപ്പിൻ്റെ പുറത്തേക്ക് വരുന്നതാക്കിയിട്ട് അവർ കാണിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ റഗൽ റോഡ്രിഗസ് വുമൻസ് വേൾഡ് ടൈറ്റിലിൻ്റെ ആ ചലഞ്ചിലേക്ക് പോകുമ്പോൾ ലിവ് മോർഗനും റോക്സിനി പെരസും വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി ലൈനിലേക്ക് വരുന്നതായിട്ട് അവർ കാണിച്ചേക്കാം. ലിവ് മോർഗൻ താഴെ തട്ടിലുള്ള ചാമ്പ്യൻഷിപ്പിന് വരുമ്പോൾ അത് ലിവ് മോർഗൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് ജഡ്ജ്മെൻറ്റ് ടീമിൻ്റെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അതിലേക്കാണ് സ്റ്റോറി അവർ ബിൽഡ് ചെയ്യുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റെഫനി വെക്കേറിൻ്റെ ചാമ്പ്യൻഷിപ്പിന് റഗൽ റോഡ്രിഗസ് ഇനി എന്നാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടില്ല. പക്ഷേ മത്സരം നടന്നാലും സ്റ്റെഫനി വെക്കേർ തന്നെയായിരിക്കും ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റ്, റോ ബ്രാൻഡിലെ ടാഗ് ടീം ഡിവിഷൻ ഒന്നും കൂടി സ്ട്രോങ് ആകുന്നത് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. റോ എപ്പിസോഡിൽ നടന്ന ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ AJ സ്റ്റൈൽസും ഡ്രാഗൻ ലീയും തിരികെ വന്ന വാർ റൈഡേഴ്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. വാർ റൈഡേഴ്സിനെതിരെ മികച്ചൊരു പ്രകടനത്തോടു കൂടി AJ സ്റ്റൈൽസിൻ്റെ ടീം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത് റീടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ന്യൂ ഡേയുമായിട്ട് ഫേസ് ടു ഫേസ് AJ സ്റ്റൈൽസും ഡ്രാഗൻ ലീയും ഇങ്ങനെ വന്നു നിൽക്കുന്ന ഒരു സമയത്ത് അവിടെ അപ്രതീക്ഷിതമായിട്ട് ഊസോസ് വരുന്നുണ്ട്. ഊസോസിൻ്റെ ആ ഒരു വരവ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ഊസോസ് വന്നിട്ട് അവരുടെ ടാഗ് ടീം ഡിവിഷനിലേക്കാണ് ഇനി ശ്രദ്ധ കൊടുക്കുന്നത് എന്ന് പറയുന്നു. കൂടാതെ ന്യൂ ഡേയുമായിട്ടുള്ള അവരുടെ ചരിത്രം അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ ന്യൂ ഡേയുടെ മുഖത്ത് നോക്കി ഊസോസ് പറയുന്നുണ്ട്. അങ്ങനെ ന്യൂ ഡേയെ അടിച്ച് പുറത്തേക്കിട്ട ഊസോസ് ഡ്രാഗൻ ലീ, AJ സ്റ്റൈൽസ് തുടങ്ങിയവരുമായി ഫേസ് ടു ഫേസ് നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ കുറച്ചധികം നാളുകൾക്ക് മുൻപ് സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന ടാഗ് ടീം ഡിവിഷൻ തിരികെ ഒന്നും കൂടി സ്ട്രോങ് ആകുന്നത് ഊസോസിൻ്റെ തിരിച്ചുവരവിലൂടെ ഇനി നമുക്ക് അങ്ങോട്ട് റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചേക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് മാസ്ക് ഇട്ട ആ മിസ്റ്ററി റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഇന്ന് 2 തവണ നമുക്ക് ആ ഒരു മിസ്റ്ററി റെസ്ലറിനെ കാണാൻ സാധിച്ചു. അതിൽ ആദ്യത്തേത് ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോ വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള മത്സരം യഥാർത്ഥത്തിൽ നടക്കേണ്ടതായിരുന്നു. എന്നാൽ എൻട്രൻസ് സമയത്ത് തന്നെ പിറകിലൂടെ വന്ന് റെയ് മിസ്റ്റീരിയോയെ ആക്രമിച്ച ലോഗൻ പോൾ റെയ് മിസ്റ്റീരിയോയെ ആക്രമിച്ച് അതിന് പിന്നീട് റെയ് മിസ്റ്റീരിയോ തിരിച്ചടിച്ച് അങ്ങനെ 619 ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സമയത്താണ് മിസ്റ്ററി റെസ്ലറുടെ ആദ്യ വരവ്. അവിടെ സൂപ്പർ കിക്ക് ചെയ്ത് റേയെ കെർബ് സ്റ്റോംപ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ മിസ്റ്ററി റെസ്ലർ ലോഗൻ പോളിന് റെയ് മിസ്റ്റീരിയോയെ ഒന്നും കൂടി ആക്രമിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനുശേഷം ആക്രമിക്കാൻ തുനിഞ്ഞ
ലോഗൻ പോളിൻ്റെ അടുത്തേക്ക് LA Knight ചെല്ലുകയും LA Knight റൈ മിസ്റ്റീരിയോയെ സേവ് ചെയ്യുകയും ലോഗൻ പോളിനെ മെയിൻ ഇവൻറ്റിലെ ഒരു 1-on-1 മത്സരത്തിന് ചലഞ്ച് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം മെയിൻ ഇവൻറ്റിൽ നടക്കുന്നു. മത്സരത്തിൽ ലോഗൻ പോളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. ഇവർക്കെതിരെ LA Knightന് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിൽ റിംഗ് സൈഡിൽ ആ കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ലോഗൻ പോളിനെ അങ്ങനെ ആക്രമിക്കുന്ന ഒരു സമയത്ത് കർബ് സ്റ്റോംപ് ചെയ്യാൻ മിസ്റ്ററി റെസ്ലർ വരുന്നു. കർബ് സ്റ്റോംപ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി കാണികളുടെ ഇടയിലൂടെ ഓടി രക്ഷപ്പെടുന്നു. ഈ അവസരം മുതലെടുത്ത് ലോഗൻ പോളും പിൻഫോളിലൂടെ LA Knightനെ പരാജയപ്പെടുത്തി മത്സരത്തിൽ വിജയിക്കുന്നതും തുടർന്ന് ദ വിഷൻ ഗ്രൂപ്പ് LA Knightനെ ബ്രൂട്ടലായി ആക്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് ബ്രോൺ ബ്രേക്കർ CM Punkനെതിരെ കഴിഞ്ഞ ആഴ്ചത്തേതുപോലെ ഒരു വെല്ലുവിളി നടത്തുന്ന ഒരു സെഗ്മെൻറ്റ് നടത്തുകയും ദ റിയൽ CM Punk വർഷങ്ങൾക്ക് മുൻപ് 2011 ഉണ്ടായിരുന്ന CM Punkനെയാണ് എനിക്ക് ആവശ്യമെന്നൊക്കെ പറയുന്നു. പിന്നീട് LA Knightനെ ബ്രോൺ ബ്രേക്കറിൻ്റെ ആ ഒരു പ്രൊമോ റിങ്ങിൽ നടക്കുന്ന അതേ സമയത്ത് തന്നെ ബ്രോൺസൺ റീഡും ലോഗൻ പോളും ബാക്ക് സ്റ്റേജിൽ ചെന്ന് ആക്രമിക്കുന്നു. ഒരു കാറിൻ്റെ മുകളിലേക്ക് സുനാമി എന്ന് പറയുന്ന മൂവ് ചെയ്ത് ബിഗ് ബ്രോൺസൺ റീഡ് ഒരു ബ്രൂട്ടലായിട്ടുള്ള ആക്രമണം കാഴ്ചവെക്കുന്നു. അപ്പോൾ വിഷൻ ഗ്രൂപ്പിനെ സംബന്ധിച്ച് 2 സെഗ്മെൻറ്റുകളാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ആ 2 സെഗ്മെൻറ്റുകളിലും മിസ്റ്ററി റെസ്ലർ ഉണ്ടായിരുന്നു. അപ്പോൾ ദ വിഷൻ ഗ്രൂപ്പിലെ മെമ്പറാണ് ദ വിഷൻ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് നിലവിൽ മിസ്റ്ററി റെസ്ലറിന് ഉള്ളത്. അപ്പോൾ ഈ മിസ്റ്ററി റെസ്ലർ ആരാണെന്ന് പോൾ ഹേമന് നല്ല കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം ഈ മിസ്റ്ററി റെസ്ലറിനെ കൊണ്ടുവന്ന് ദ വിഷൻ ടീമിനെ സ്ട്രോങ് ആക്കുകയാണ്. അതിലേക്കാണ് അവർ സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ആഴ്ചകളിൽ ദ വിഷൻ ഗ്രൂപ്പിൻ്റെ സ്റ്റോറി ലൈനുകളിൽ നമുക്ക് മിസ്റ്ററി റെസ്ലറിനെ പ്രതീക്ഷിക്കാം. അപ്പോൾ വിഷൻ ഗ്രൂപ്പിൻ്റെ സ്റ്റോറി തുടക്കത്തിലോ മെയിൻ ഇവൻറ്റിലോ മാത്രമല്ല മധ്യഭാഗത്ത് നടക്കുമ്പോഴും മിസ്റ്ററി റെസ്ലറിനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതെന്തായാലും അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡുകളൊക്കെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിലേക്ക് ഇപ്പോൾ മിസ്റ്ററി റെസ്ലറിൻ്റെ സ്റ്റോറി അവർ ഡെവലപ്പ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഇത്രയും കിടിലമായിട്ടുള്ള സെഗ്മെൻറ്റുകൾ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു എപ്പിസോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.